നമസ്കാരം, പൊളി ടോക്സിലേക്ക് സ്വാഗതം. ഈ പി ജയരാജൻ അതൊക്കെ നിൽക്കട്ടെ, ഇത് കണ്ടോ? ഞാൻ ശരിക്കും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ല. ഞാനത് പങ്കെടുത്തു, അത് മനസ്സിലായ? ഞാൻ പങ്കെടുത്തില്ല. നിങ്ങൾ പിന്നെ അവിടെ പോകണ്ടേ, കണ്ണൂർ പോകണ്ടേ അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാൽ മതിയായിരുന്നു. മാറ്റിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം ഇപ്പോൾ എനിക്ക് എറണാകുളത്ത് മാറ്റുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് മാറ്റായിരുന്നതാണ്. എൻ്റെ മറ്റ് രേഖകളെല്ലാം എറണാകുളത്താണെങ്കിൽ പോലും വോട്ട് രേഖ മാത്രം ടീച്ചർക്ക് ഉള്ള ഒരു വോട്ടല്ലായിരുന്നു. അതെ, ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതുകൊണ്ട് മാറ്റായിരുന്നതാണ്. ഇനി മാറ്റാം. ഇനിയിപ്പോൾ ടീച്ചർ അവിടെ എന്തായാലും ഇല്ല. അടുത്ത ഇലക്ഷനിൽ ടീച്ചർ ഇല്ല എന്നുള്ളതിൻ്റെ ഞാനിനി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഈ CPM പെട്ടിരിക്കുന്ന വലിയൊരു പെടലുണ്ട്. നമ്മുടെ മുൻ MLA ഇ പി ജയരാജൻ. അതെ, മട്ടന്നൂർ MLA ആയിരുന്നു. അപ്പം ഇത്തവണ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സീറ്റ് നിഷേധിച്ചപ്പോൾ തന്നെ പുള്ളി യഥാർത്ഥത്തിൽ കുറേ വിഷയങ്ങളിൽ കടന്നുപോയി. അതിനുശേഷം അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കുമെന്ന് വിചാരിച്ചു. പാർട്ടി സെക്രട്ടറി ആക്കിയില്ല. പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉയർത്തപ്പെടും എന്ന് അദ്ദേഹം വിചാരിച്ചു. അതുണ്ടായില്ല. അദ്ദേഹത്തെക്കാൾ സീനിയറായ അല്ലെങ്കിൽ ആളുകൾ എന്ത് നേതാവായി പോകുന്നതിലും അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ജൂനിയറായ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നില കുറച്ച് പരിങ്ങലായി. കാരണം ഇനിയൊരു ചാൻസ് ഇല്ല. പാർട്ടി സെക്രട്ടറി ആയിട്ടാണെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇ പി ജയരാജൻ ആവുകയും ചെയ്തു. അതെ, അങ്ങനെ വലിയ രീതിയിൽ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും വലിയ വിഷയങ്ങളിലൂടെയാണ് CPM കടന്നു പോകുന്നത്. അല്ല, ഈ മുൻ മന്ത്രി മുൻ MLA ഒക്കെ അപ്പുറത്ത് രാശേ ഇടതുമുന്നണിയുടെ കൺവീനറാണ്. അതെ, ഇടതുമുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടത് ഈ പാർട്ടിയിൽ ഏറ്റവും വലിയ സമന്നതനായിരിക്കുകയും പിന്നീട് LDF കൺവീനറൊക്കെ ആയിട്ട് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ PV കുഞ്ഞിക്കണ്ണനെ കാണുന്ന സമയത്ത് പാനൂരിൽ ഒരു തറിമരുന്ന് ഷാപ്പിൽ വെച്ചിട്ട് തറിമരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് സംസാരിക്കണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് പോകാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അത്ര പോലും പുള്ളി മാനസികമായിട്ട് ഡൗൺ ആയി പോയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അതേ നിലയിലേക്ക് പോകുന്ന ലക്ഷണമാണ് ഇപ്പം ജയരാജൻ്റെ ഈ പോക്ക് കാണുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, CPM സംബന്ധിച്ചിടത്തോളം ഈ CPM ഓരോരുത്തർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ തളർത്താവുന്ന ഏക പ്രധാന ആരോപണം ഇവരെല്ലാം നാളെ കോൺഗ്രസ്സുകാരാവും, BJPക്കാരാവും എന്നാണല്ലോ. പ്രത്യേകിച്ച് ഇതിന്റെ പ്രചരണം അവസാനിക്കുന്നത് അവസാന ദിവസം പോലും K സുധാകരൻ അങ്ങോട്ട് പോകുന്നു എന്നുള്ള പ്രചാരണത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമേന്ദ്രൻ പോകുന്നു പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആരോപണം ഉന്നയിച്ചു. പലയിടത്തും അങ്ങനെ നിശബ്ദ പ്രചാരണത്തിൽ പോലും അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ സമയത്താണ് മുന്നണിയെ നയിക്കേണ്ട കൺവീനർ തന്നെ CPMന്റെ നേതാക്കൾ അത് എന്തർത്ഥത്തിലാണേലും വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ചെന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കലത്തിൽ തല കുടുങ്ങുക എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാണ് സംഭവിച്ചത്. ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഇന്ന് മുഖ്യമന്ത്രി പ്രയോഗിച്ചൊരു വലിയ പ്രയോഗമുണ്ട്. അതായത് പാപിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിടും. അതെ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം ഇത് മുഖ്യമന്ത്രി പലപ്പോഴും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുമായിട്ട് എത്താറുണ്ട്. അതൊക്കെ പക്ഷെ അതിന് ആ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ പാപി ആര്, ശിവൻ ആര്, ശിവൻ എങ്ങനെയാണ് പാപിയുടെ കൂടെ ചേർന്നത്, ഒടുവിൽ എങ്ങനെയാണ് ശിവൻ പാപിയായി മാറുന്നത്? അതെ, ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവല്ലേ ഇത്, മുന്നണിയുടെ കൺവീനർ പോയി അല്ല ശിവനോ പാപിയോ ആയതുള്ളതാണ്. അതെ, അപ്പൊ അല്ല, പാപിയായി പാപിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അയാൾ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. ഇമാതിരി ആളുകളായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് പിന്നെ ചെയ്യേണ്ടതായിരുന്നു. ജയരാജൻ ഇങ്ങനെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത്രയും അസ്വസ്ഥനായതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഈ ഇലക്ഷൻ ഡേയിൽ വോട്ട് കഴിഞ്ഞിട്ട് ഇത് രാവിലെ തന്നെയാണ് അത് അവിടെയാണ് വിഷയം. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട ഒരു ദിവസമാണ് ഇലക്ഷനൊക്കെ. അവര് വളരെ ജാഗ്രതയോടെ നീങ്ങുന്നത്. ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ കൃത്യമായി വോട്ടുകൾ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം നമ്മൾ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന് മാത്രം കണ്ടത്. ഈ പിന്നെ VS TPയുടെ വീട്ടിൽ ചെന്ന് രമയുടെ കൈ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും ഭയങ്കരമായി പൊട്ടിക്കരയുന്ന ഒരു സീന്. അപ്പം അതിനേക്കാളേറെ ഉള്ള രാഷ്ട്രീയമായ ഇമ്പാക്ട് വലിയ രീതിയിൽ, അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ മിനിസ്ട്രിയിൽ, അതായത് പിണറായിന്റെ ഒന്നാം മിനിസ്ട്രിയിൽ രണ്ടാമൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ പി ജയരാജനായിരുന്നു. ഇ പി ജയരാജനെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നു. അതെ, അപ്പൊ AK ബാലനും ഇദ്ദേഹം തമ്മിലുണ്ടായിരുന്ന തർക്കം രണ്ടാമൻ ആര് എന്നതിനെ കുറിച്ചായിരുന്നു. മുഖ്യമന്ത്രി ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കാതിനെ കുറിച്ചൊക്കെ വലിയ വിഷയമുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി മാറേണ്ടി വന്നാൽ ആരാണ് മുഖ്യമന്ത്രി എടുത്തതെന്ന് വെച്ചാൽ ഇ പി ജയരാജനാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് അയാൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ എന്നുള്ള വിഷയം. അവിടെയാണ് ഇപ്പം പാർട്ടിയിൽ പിന്നീടുണ്ടായ മാറ്റങ്ങളിലൊക്കെ ഇ പി ജയരാജനെ ഒരു സ്ഥലത്ത് പരിഗണിച്ചില്ല എന്നുള്ള വിഷയം. അപ്പൊ ഇ പി ജയരാജൻ അവസാനം
പ്രധാനമായിട്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് കൊടുത്തൊരു പോസ്റ്റാണ് LDF കൺവീനർ എന്നുള്ളത്. ഇപ്പം സ്വാഭാവികം നമുക്കറിയാം ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിയിൽ വേറെ ശക്തരും നേതാക്കന്മാർ വേറെ ഘടകകക്ഷികളൊന്നുമില്ല. CPM തീരുമാനിക്കുക, അത് ഘടകകക്ഷികൾ അല്ലേ. നിങ്ങൾ നോക്കൂ, എത്ര മാസക്കാലം ഈ LDFന്റെ യോഗം വിളിച്ചില്ല, ഒരു യോഗം ചേർന്നില്ല. അതല്ല, ഈ LDF കൺവീനർ ആയിരുന്ന വിജയരാഘവനെ പാർട്ടി സെക്രട്ടറി ചുമതല വരെ കൊടുത്തു, രണ്ട് ചുമതല കൊടുത്തു. അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് അദ്ദേഹമാണ്. അതെ, അപ്പോഴും EP ജയരാജനെ പരിഗണിച്ചില്ല. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ലീവ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. പാർട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് പറഞ്ഞാൽ കോടിയേരി മാറിയിട്ട് പിന്നീട് ആരാണ് അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി വരുന്നത്? EP ആയിരുന്നു. അപ്പൊ EP മാറിയതിന് ശേഷമാണ് ഗോവിന്ദ മാഷ് വരുന്നത്. അപ്പോൾ ഈ സാധ്യതാ പ്രകാരം അല്ലെങ്കിൽ ടോക്കൺ സിസ്റ്റം പ്രകാരം ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് വരേണ്ടിയിരുന്നത് EP ആണ്. പക്ഷെ EP പരിഗണിക്കുന്നില്ല. സീനിയോറിറ്റി പരിഗണിച്ചാൽ പോലും അതാണ്. അതെ. അപ്പം ഇതിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്. ഇദ്ദേഹം ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ചില കെടികൾ പോയിട്ടില്ല. അത് സാന്റിയാഗോ മാർട്ടിൻ പൈസ മേടിച്ചുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടിക്ക് ഉണ്ടായ വലിയ അവമതിപ്പായി. ഇപ്പൊ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ചിറ്റപ്പൻ വിവാദം അത്രയും പാർട്ടിയിൽ വലിയ അവമതിപ്പ് ഉണ്ടായിട്ടില്ല. കാരണം അത് PK ശ്രീമതിയുടെ മകനെയാണ് പോസ്റ്റ് ചെയ്തത്. സാന്റിയാഗോ മാർട്ടിൻ നിന്ന് പാർട്ടി പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി കൂടെ അറിഞ്ഞിട്ടായിരുന്നു. അന്ന് അതിന് പറഞ്ഞിരുന്ന സംഭവം എന്ന് പറയുന്നത്, അന്ന് ദേശാമാനി വലിയ പ്രതിസന്ധിയിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നിന്ന് പരസ്യത്തിൽ തീർക്കാം എന്ന് പറഞ്ഞിട്ട് 5 കോടി രൂപ മേടിച്ചു എന്നായിരുന്നു അതിനുള്ള വിവാദം. അപ്പൊ പാർട്ടി പിന്നീട് അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ആ വിവാദം തീർന്നു. പക്ഷെ അന്ന് പാർട്ടി നേരിട്ട പോലെയുള്ള വിഷയമല്ല ഇപ്പൊ നേരിടുന്നുള്ളതാണ്. വലിയ ഐഡിയോളജിക്കലി തന്നെ വലിയ തരത്തിലുള്ള അടി അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കിട്ടാവുന്ന എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ പിന്നെ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ്. കാരണം LDF അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ശരിയുടെ പക്ഷമെന്നും ഇടതുപക്ഷത്തിന് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഇടതുപക്ഷം വേണമെന്നും ഇടതുപക്ഷ നേതാക്കന്മാരെ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്, പ്രത്യേകിച്ചിട്ടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിച്ച ആളുകളാണ് തലക്കൽ ചെന്ന് കൊടവടച്ചത്. അപ്പൊ ഇത് ഇന്നലെ ഉണ്ടായതല്ല. ഒരു വർഷം മുന്നേ BJP നേതൃത്വവുമായി നിരന്തരമായ സമ്പർക്കത്തിലായിരുന്നു ഇദ്ദേഹം. ഇപ്പൊ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ജയരാജൻ തന്നെ സമ്മതിച്ചല്ലോ, പോയി കണ്ടു. ഈ വേറൊരു ഭയങ്കര തമാശയുണ്ട്. അതായത് ആക്കുളത്തെ എന്റെ മകന്റെ ഫ്ളാറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നു. അതെ, ആരാണ്? പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള അദ്ദേഹം കേന്ദ്രമന്ത്രി അല്ല, പക്ഷെ കേരളത്തിന്റെ BJPന്റെ ചുമതലയുള്ള ആളാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പം ജയരാജൻ ഈ ഫ്ളാറ്റിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട്, ജയരാജന്റെ ഭാഷ്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വെറുതെ ഒന്ന് വരുന്നു, പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഇദ്ദേഹം ബസ് സ്റ്റാൻഡിലുള്ള ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് തൊട്ട് പുറകിലിരിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള പാർട്ടി ഓഫീസിന്റെ പുറകിലിരിക്കുന്ന ഏതോ ഒരു ലോഡ്ജിലിരിക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ജയരാജൻ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം ഇദ്ദേഹത്തിന്റെ മകന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആക്കുളത്ത് താമസിക്കുന്ന ഫ്ലാറ്റാണ്. മകന്റെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മേടിച്ച ഫ്ലാറ്റ് ഒന്നല്ല. അതുകൊണ്ട് ഈ അവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രകാശ് ജാവദേക്കർ അവിടെ ജയരാജന്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അത് മുൻ ധാരണ പ്രകാരമാണ്, അപ്രതീക്ഷിതമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത് ഈ ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് എവിടെ വെച്ചാണ്? ഈ ശോഭ സുരേന്ദ്രനും ഒക്കെ രാമനിലയത്തിൽ വെച്ച് കണ്ടു എന്നുള്ളതാണ്. അതിന് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ ദിവസമാണ് ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷിന്റെ മറ്റേ കേരള പര്യടന യാത്ര തൃശ്ശൂരിലെത്തുന്നത്. ഇദ്ദേഹം കാസർഗോഡ് പങ്കെടുത്തില്ല, കണ്ണൂരെത്തിയപ്പോൾ പങ്കെടുത്തില്ല, കോഴിക്കോട് പങ്കെടുത്തില്ല. അങ്ങനെ വന്ന് തൃശ്ശൂരിൽ വരുമ്പോഴാണ് ഇദ്ദേഹം ഈ പങ്കെടുക്കുന്നത്. ഇതേ ദിവസമാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പൊ അന്ന് പോകുന്നുണ്ടല്ലോ, ഞാൻ നന്ദകുമാറിന്റെ അടുത്ത് വീട്ടിൽ പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ അറിയേയില്ലെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഈ നാടകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പിണറായിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താണ് നാടകം എന്നുള്ളത്. അപ്പൊ ഇതിൽ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇത്രയേറെ 19 വർഷക്കാലമായിട്ട് CPM സഹയാത്രികനായിരുന്ന, പിന്നീട് CPMന്റെ നേതാവായിരുന്ന, DYFയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന, പിന്നീട് മന്ത്രിയും MLAയും അവസാനം LDF കൺവീനറും ഒക്കെ ആയ ഒരു CPMകാരന്, ഒരു CPM നേതാവിന് യാതൊരു തരത്തിലും ഒരു മുൻവിധി പോലും ഇല്ലാത്ത രീതിയിൽ BJPയിലേക്ക് പോകാൻ പറ്റുന്നു
എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ്. ഇവർ ഉന്നയിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ള ലക്ഷണമാണത്. ആണ്, സംശയമില്ല. അപ്പൊ ഇത് ഭയങ്കരമായ തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത്. വല്ലാത്ത തിരിച്ചടി. അത് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പോ ജയമോ തോൽവിക്ക് അപ്പുറത്തേക്ക് പാർട്ടി അണികളിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഞെട്ടലുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ തന്നെ 2 ദിവസം മുന്നേ ഇത് ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നു, പിണറായിക്കൊപ്പം തലയെടുപ്പുള്ള ഒരു നേതാവ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിയത് 90% കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനും കഴിയുന്നതോടുകൂടി അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നുള്ളതാണ്. പിന്നെ ഇപ്പം വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത് പിണറായി മന്ത്രിസഭ 2ാം പിണറായി സർക്കാരിനെ മറച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരുന്നു എന്നും 30ഓളം MLA-മാർ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ട് എന്ന് ജയരാജൻ ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. നേരത്തെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നതിനേക്കാൾ ഡേഞ്ചറാണ്. അതെ, ഒരു കുറെ ആളുകളെ, കുറെ MLA-മാരെ സമാഹരിച്ചുകൊണ്ട് ഇദ്ദേഹം മറ്റൊരു കൂറുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടി പത്രം പോലും മിനിഞ്ഞാന്ന് ആസാമിലെ മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെയിൻ സ്റ്റോറിയാണ്. ഇവിടുത്തെ MLA-മാരുടെ അസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്, കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ BJP-യുടെ സഹായത്തോടു കൂടി കുറച്ച് MLA-മാർ കൂറുമുന്നണി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷെ എത്ര MLA-മാരുണ്ട്? അതെ, BJP-ക്ക് MLA-മാരേ ഇല്ല. കോൺഗ്രസിന്റെ MLA-മാർ എത്ര പേര്? 21 പേരേ ഉള്ളൂ. ലീഗുകാര് 16 MLA-മാർ ലീഗിനുണ്ട്. അവരാരും പോവില്ല. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയായിട്ട് വരെ ചർച്ച നടത്തി. അപ്പൊ ഇത് എന്തിനാണ് സംഭവം എന്ന് പറഞ്ഞാൽ, പുറത്തു നിന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി വേറെ തരത്തിലുള്ള ഒരു മുന്നണി ഉണ്ടാക്കി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പിണറായിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകണം, കേസ് മുറുക്കണം. അപ്പം ഈ ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന കരിമണൽ കേസും എല്ലാം മുറുകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് രാജിവെച്ച് കൊണ്ടിരും. അതെ, അങ്ങനെ രാഷ്ട്രീയമായി ഭയങ്കര ഡയമെൻഷനുള്ളതാണ് ഇത്. ഈ രീതിയിലൊന്നും ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെയോ അല്ലെങ്കിൽ പറയുന്ന നന്ദകുമാറിന്റെയോ ഒന്നും മനസ്സിലുദിച്ച ഒരു പ്ലാൻ എന്നുള്ളത് ഇവരൊക്കെ ഇതിന്റെ കരുക്കളായി എന്ന് മാത്രമാണ്. അപ്പൊ ജയരാജനെ നമുക്കറിയാം. എനിക്കറിയാവുന്ന ജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം ഗൾഫിന് പോകാൻ വേണ്ടിയിട്ട് MP രാഘവന്റെ കൂടെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണമെന്ന് മാതൃഭൂമിയിൽ അല്ല, ഇത് ഇപ്പല്ല. ജയരാജന്റെ ഒരു പൂർവ്വ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ നിന്നാലും ഈ പാർട്ടിയിൽ നിന്നാലും ഒരു കരിയർ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം ഗൾഫിന് പോകാൻ തീരുമാനിക്കും. അന്ന് നമുക്കറിയാം എല്ലാ യുവാക്കളും ഗൾഫിന് പോയാൽ കാശ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് കാശിനോട് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയാലോ അല്ലെങ്കിൽ ഈ പറയുന്ന പാവപ്പെട്ട ആളുകളുടെ പാവങ്ങളുടെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടില്ല എന്ന് കണ്ട് ഇദ്ദേഹം ഗൾഫിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബോംബെയിൽ പോയി. അന്നൊക്കെ ബോംബെയിൽ പോയി താമസിച്ചിട്ട് ചാൻസ് വരുമ്പോൾ ബോംബെയിൽ നിന്ന് കയറി പോവുക. അങ്ങനെ പോയി താമസിക്കുന്ന 15 ദിവസം അവിടെ താമസിച്ച സമയത്ത് ഈ താമസ സ്ഥലത്തിന്റെ അഡ്രസ്സ് സംഘടിപ്പിച്ചിട്ട് MP രാഘവൻ അദ്ദേഹത്തിന് എമർജൻസി ആയി തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ടെലഗ്രാം അയക്കുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹത്തിന് DYFIന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി മാറ്റുന്നതും പിന്നീട് അയാൾ അഖിലേന്ത്യാ നേതാവാക്കുന്നത്. MP രാഘവന്റെ വളരെ അടുത്താണ്. പിന്നീട് MP രാഘവനായി തെറ്റുന്നു. അതിനൊക്കെ കുറെ കാരണങ്ങളുണ്ട്. പിന്നീട് ഈ അദ്ദേഹം CMB ഉണ്ടായ സമയത്ത് ഏറ്റവും വലിയ എതിരാളിയായി മാറുന്നു. ആദ്യ മത്സരത്തിൽ MP രാഘവനെ നേരിടുന്നു. അങ്ങനെ വലിയ എതിരാളിയായി മാറുന്നു. പ്രകടമായി തമ്മിൽ വലിയ രീതിയിൽ അക്രമം പോലും നടത്തുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനിടക്ക് ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഉണ്ടായി. എന്താണ്, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടാവും. വലിയ ആഡംബര വീട് നിർമ്മിച്ചു, വലിയ മാർബിൾ പതിച്ച ഒരു വീടുണ്ടാക്കി, 2 നില വീടുണ്ടാക്കി, ഏറ്റവും വലിയ സമ്പന്നന്മാർ പണിയുന്ന രീതിയിലുള്ള വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ വലിയ ആരോപണം ഉണ്ടായി. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ആരോപണം ഉണ്ടായ സമയത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അപ്പൊ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമാണ്, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഘടകമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് വലിയതും ഈ സമയത്ത് രക്ഷകനായിട്ട് അവതരിപ്പിച്ചാരാന്ന് ഈ പറയുന്ന VS ആയിരുന്നു. അന്ന് ഇയാളെ രക്ഷിച്ചതില്ല, അന്ന് പാർട്ടി ഇത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഈ ദേശാഭിമാനിന്റെ മാനേജിംഗ് എഡിറ്റർ ആയിട്ട് വരുന്നു. ആ സമയത്താണ് സാന്റിയാഗോ മാർട്ടിന്റെ അടുക്കെന്ന് 5 കോടി മേടിച്ചു എന്നുള്ള വലിയ 5 കോടി മേടിച്ചു എന്നാ പറയുന്നത്. 2 കോടി എന്ന് പറഞ്ഞ് 2 കോടി തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിൽ കുറെ കണക്കിലൊക്കെ വലിയ കളികൾ ഉണ്ടായിരുന്നു ഇന്നും. ഇത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം കുറച്ചു കാലം വലിയ അനുസരണയിലെ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു.
പിന്നെയും വിവിധ വിഷയങ്ങളൊക്കെ പാർട്ടിനുള്ളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പൊതു എനിക്ക് തോന്നുന്നു ഇതൊരു നടപടിയിലേക്കാണ് നീങ്ങുന്നത്. ഇത് നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ കെ പി കുഞ്ഞിക്കണ്ണന്റെ കാര്യം പറഞ്ഞത്. കെ പി കുഞ്ഞിക്കണ്ണനെതിരെ അന്ന് അദ്ദേഹം LDF കൺവീനറായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് നടപടി വരിക. അതിൽ MP രാഘവനോട് ആഭിമുഖ്യം പുലർത്തി എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്യുന്ന അയാളൊരു സാധാ പ്രവർത്തനായിട്ട് പിന്നീട് പാർട്ടിയിൽ പോലും ഇല്ല. സാധാ പ്രവർത്തകരിലെ പൊതുപ്രവർത്തനം മൊത്തം ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, പാനൂരിലെ ഒരു തരിമരുന്ന് ശാലയിൽ തരിമരുന്ന് കൊണ്ടിരിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുപോലൊരു അവസ്ഥ അയാൾക്ക് തരിമരുന്ന് വെക്കണ്ട. കാരണം അത് വൈദേഹം എന്ന് പറഞ്ഞ വലിയ സ്ഥാപനമുണ്ട്, അദ്ദേഹത്തിന് കുറേ ബിസിനസ് സ്ഥാപനമുണ്ട്, വിദേശത്തൊക്കെ ഉണ്ടെന്ന് സ്വപ്ന സുരേഷൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് വലിയ ധനാഢ്യനായി അദ്ദേഹം മാറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ CPM പ്രസിഡന്റിലേക്ക് പോകും.